അസ്സലാമലൈക്കും. 5ാം ക്ലാസ്സിൻ്റെ രീതിയിലുള്ള ചോദ്യപേപ്പറുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം മുതൽ 5ാം ക്ലാസ് 30 മാർക്കിനാണ് പരീക്ഷ നടക്കുന്നത്. മുമ്പ് 25 മാർക്കായിരുന്നു, ഇപ്പോൾ അത് 30 ആക്കിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് 6 പ്രവർത്തനങ്ങൾ തന്ന് അതിൽ 5 എഴുതാനുള്ള ഓപ്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 6 ചോദ്യങ്ങൾ തരുന്നുണ്ട്, 6 എഴുതണം. ഏതെങ്കിലും ആക്ടിവിറ്റിയുടെ കൂടെ ഒരു ചോയ്സ് ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കും. മറ്റൊരു പ്രധാന മാറ്റം, കുട്ടി ചോദ്യപേപ്പർ നന്നായി വായിച്ച് മനസ്സിലാക്കി ആശയം കിട്ടിയാൽ മാത്രമേ ഈ ഉത്തരങ്ങൾ കൃത്യമായി എഴുതാൻ സാധിക്കൂ എന്നുള്ളതാണ്. മോഡലായി നമുക്ക് നൽകിയിരിക്കുന്ന ചോദ്യപേപ്പറിനെ ഒന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം വരുന്നത് നുക്മിലുൽ ഹിവാർ. ഹിവാർ പൂരിപ്പിക്കാനാണ്, സംഭാഷണം പൂർത്തീകരിക്കുക. ഖറജ റഷാദ് ഇലൽ മദ്രസ. റഷാദ് മദ്രസയിലേക്ക് പുറപ്പെട്ടു. വജദ ഫി ജാനിബി ത്വരീഖി മുസിന്നൻ. വജദ അവൻ കണ്ടു, ഫി ജാനിബി ത്വരീഖി വഴിയരികിൽ, മുസിന്നൻ വൃദ്ധനായ ഒരാളെ, യജ്ലിസു തഹ്ത ഷജറ അയാൾ മരത്തിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. സഹബ റാഷിദ് ഇലൈഹി റാഷിദ് അയാളുടെ അടുത്തേക്ക് പോയി. ഫദാറ ബൈനഹു വബൈനൽ മുസിന്നി ഹിവാർ. അപ്പോൾ അവർക്കിടയിലൊരു സംഭാഷണം നടക്കുകയാണ്. ഹയ്യാ നുക്മിൽ, നമുക്കത് പൂരിപ്പിക്കാം. അപ്പോൾ കോൺവെർസേഷൻ്റെ തുടക്കത്തിൽ നമുക്ക് അവിടെ കൊടുക്കുന്നത് അസ്സലാമു അലൈക്കും വ അലൈക്കും അസ്സലാം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സബാഹുൽ ഖൈർ, സബാഹുൽ നൂർ എന്ന് കൊടുക്കാം. തുടർന്ന് വരുന്നത് റഷാദ് ചോദിക്കുകയാണ്, ലിമ തജ്ലിസു ഹുനാ യാ ജദ്ദി. ലിമ തജ്ലിസു, എന്തിനാണ് താങ്കൾ ഇരിക്കുന്നത്, ഹുനാ ഇവിടെ, യാ ജദ്ദി വല്ലുപ്പ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ മുസിന്നിൽ പറയാണ്, അൻതളിറു ഡാഷ്. അൻതളിറു ഞാൻ കാത്തിരിക്കുകയാണ്. ആരെ എന്നുള്ളത് നമുക്കവിടെ ചേർക്കാം. നമ്മുടെ പാഠഭാഗത്ത് മകനെ കാത്തിരിക്കുന്നതാണ് വന്നിരിക്കുന്നത്, നമുക്കിവിടെ അത് തന്നെ ചേർക്കാം. അൻതളിറു ഇബ്നി. അപ്പോൾ റഷാദ് ചോദിക്കുകയാണ്, ഐന ബൈത്തുക, നിങ്ങളുടെ വീട് എവിടെയാണ്. അപ്പോൾ മുസിന് പറയാണ്, ബൈത്തി ഇന്ത ഡാഷ്, എൻ്റെ വീട് ഇന്ത അടുത്താണ്. ഡാഷ് ആണ് കൊടുത്തിരിക്കുന്നത്, അവിടെ നമുക്ക് എന്തും ചേർക്കാം. സ്കൂളിൻ്റെ അടുത്ത് നിന്നാണെങ്കിൽ ഇന്ദൽ മദ്രസ, പള്ളിയുടെ അടുത്താണെങ്കിൽ ഇന്ദൽ മസ്ജിദ്, എയർപോർട്ടിൻ്റെ അടുത്താണെങ്കിൽ ഇന്ദൽ മത്വാർ. ഇങ്ങനെ നമുക്കറിയാവുന്ന ഒരു സ്ഥലം അവിടെ ചേർക്കാം. അൽ തുരീദു ഡാഷ്, അൽ തുരീദു താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ, ഉദ്ദേശിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ താങ്കൾക്ക് വേണോ. ഡാഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് മുസിന് പറയുന്നത് നാം അതെ, ഉരീദുൽ മാ എനിക്ക് വെള്ളം വേണം. അപ്പോൾ ഇവിടെ ഒന്നുകിൽ നമ്മുടെ റഷാദ് ചോദിക്കുന്നത് ഹൽ തുരീദു മാ, നിങ്ങൾക്ക് വെള്ളം വേണോ എന്നായിരിക്കാം, അല്ലെങ്കിൽ ഹൽ തുരീദു ഷെയ്അൻ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ, ഷെയ്അൻ എന്തെങ്കിലും. അപ്പോൾ നമ്മുടെ റഷാദ് വെള്ളം കൊടുക്കുന്നുണ്ട്. വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ റഷാദ് ശുക്രൻ അഫുവൻ എന്ന് കൊടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പൂർത്തിയാക്കാം. റഷാദിനിവിടെ വെള്ളം കൊടുത്തുകൊണ്ട് വെള്ളം കുടിക്കൂ എന്നുള്ള വാക്ക് പറയാം. നമ്മളുടെ ടെക്സ്റ്റിൽ പഠിച്ചതാണ്. ഇഷ്റബിൽ മാ, വെള്ളം കുടിക്കൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതിന് മുസിന് ശുക്രൻ